ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ഗീതാജ്ഞാന യജ്ഞത്തിലേക്ക് ഏവരെയും സഹർഷം സ്വാഗതം ചെയ്യും. ഇന്ന് ഗീത ആരംഭിച്ചിട്ട് 170ാമത്തെ ദിവസമാണ്. കഴിഞ്ഞ 170 ദിവസങ്ങളായി അല്ലെങ്കിൽ 169 ദിവസങ്ങളായി ഒരു മുടക്കവും കൂടാതെ ഭഗവത്ഗീത നമ്മൾ അധ്യയനം ചെയ്തു പോരും. 14ാം അധ്യായത്തിൻ്റെ സമാപനത്തിലാണ് ഗുണത്രയ വിഭാഗയോഗം എന്നത്. അതിൻ്റെ ഈ അധ്യായത്തിൻ്റെ ഒരു അവസാന ഭാഗത്ത് ഭഗവാൻ ഉപസംഹരിച്ചുകൊണ്ട് ഈ ഗുണങ്ങളെ മൂന്നിനെയും, അത് സത്വമാകട്ടെ, രജസ്സാകട്ടെ, തമസ്സാകട്ടെ, മൂന്നിനെയും ജയിക്കേണ്ടത് അനിവാര്യമാണ് എന്ന് പറഞ്ഞു. അതിനിടയിലുണ്ടായിട്ടുള്ള ചില 1-2 സംശയങ്ങളുണ്ട്, അതുകൂടെ നമ്മൾ തീർത്തു പോട്ടെ. ഈ സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം എന്ന് പറയുന്നതിന് നമ്മൾ ഇന്ന് സമൂഹത്തിൽ കൽപ്പിച്ചിരിക്കുന്ന ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ എന്ന ക്ലാസിഫിക്കേഷനുമായിട്ട് ഒരു ബന്ധവുമില്ല. ഇന്നത്തെ നമ്മൾ ഈ ജാതി ബ്രാഹ്മണർ അല്ലെങ്കിൽ ജാതി ക്ഷത്രിയരും ജാതി വൈശ്യരും ജാതിയിൽ ശൂദ്രരും, അതുമായിട്ട് ഇതിന് ബന്ധമില്ല. ഗീതയിൽ ഇനി വരാൻ പോകുന്ന അതിൻ്റെ അടുത്ത അധ്യായം, അതായത് 16ാം അധ്യായത്തിലൊക്കെ അതിനെക്കുറിച്ച് പറയും, അതാരാണ് എന്നുള്ളത്. പക്ഷേ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞതുപോലെ ഈ ബ്രാഹ്മണൻ്റെ ലക്ഷണമൊക്കെ നമ്മൾ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ജാതി ബ്രാഹ്മണനെ തന്നെയാണ് നമ്മളിവിടെ എന്താ പറയുക, അത് മനസ്സിലാക്കുക. അതിപ്പോൾ ആർക്കും അതിലൊന്നും ചെയ്യാനൊന്നും ഒരു നിവൃത്തിയില്ല. അപ്പോൾ സാത്വികമായ ഭാവത്തോടു കൂടി ശരീരം ഉപേക്ഷിക്കുന്ന ഒരാൾ അത്തരം കുലത്തിൽ, സാഹചര്യത്തിൽ ജനിക്കും എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണൻ്റെ വീട്ടിൽ, ഈ പറഞ്ഞ ജാതി ബ്രാഹ്മണൻ്റെ വീട്ടിൽ ജനിക്കും എന്നല്ല. ജാതി ബ്രാഹ്മണൻ്റെ വീട്ടിൽ ജനിച്ചതുകൊണ്ട് ബ്രഹ്മവിദ്യ അഭ്യസിക്കുന്നവരാണ് എന്ന് നമുക്കങ്ങനെ തോന്നുന്നുണ്ടോ? അതിന് ഈ പറഞ്ഞതുമായിട്ട് ബന്ധമൊന്നും ഉണ്ടാവില്ല. നോക്കൂ, ഈ പറഞ്ഞ ഇതിന് അനുകൂലം എന്ന് പറയുമ്പോൾ ഏത് വിപരീത സാഹചര്യങ്ങളാണെങ്കിലും ആ അനുകൂലത്തെ തേടി അതിനെ കണ്ടെത്തും. അതാണ് അതിൻ്റെ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ളൊരു കാര്യം. ആ ആൾ എവിടെയാണെങ്കിലും അത് അന്വേഷിച്ച് കണ്ടെത്തും. അതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ ചിലപ്പോൾ അത് അനുകൂലം എന്ന് പറയുന്ന ഒരു ചുറ്റുപാടായിക്കൊള്ളുന്നില്ല. പ്രതികൂലമാണെങ്കിലും ആളെന്താ പോവും. ഇത് അനുകൂലമായിട്ടുള്ള ചുറ്റുപാടുണ്ടെങ്കിലും നേരെ പ്രതികൂലമായിരിക്കും. അപ്പോൾ ഗാന്ധിയുടെ മക്കളൊക്കെ ഗാന്ധിയേക്കാൾ കേമന്മാരാവണ്ടേ? അങ്ങനെ ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ധരിക്കരുത്. അങ്ങനെ ഒരു വാദം നമ്മൾ മുന്നോട്ട് വെച്ചിട്ടില്ല. നമ്മുടേതായിട്ട് അങ്ങനെ നിങ്ങൾ സങ്കല്പിക്കുകയും ചെയ്യരുത്. ഗീതയിൽ ഇത്രയേ പറയുന്നു. ഗീത പറയുന്നത് അത്തരം കർമ്മങ്ങൾക്ക് കാരണക്കാരായിട്ട് തീരും. ഇപ്പം ജാതി ബ്രാഹ്മണൻ അമ്പലത്തിലെ ശാന്തിക്കാരനാണ്, നമുക്കറിയുന്ന ആളാണ്. അപ്പോൾ നമ്മളെ പഠിപ്പിച്ച സ്വാമി അദ്ദേഹത്തിനോട് ചോദിക്കുക, നമ്പൂതിരിയ, എടോ നിനക്ക് ഈ അമ്പലത്തിലെ ശാന്തിയും ഈ കോഴി ഫാമും ഇതെങ്ങനെ നേരെയാവും? കോഴി ഫാം നടത്തുന്നുണ്ട് ആൾ. അപ്പോൾ മുമ്പ് പറയാം, ഞാൻ കൊല്ലാറില്ല, ഇങ്ങനെയുണ്ട്. അപ്പോൾ കോഴി ഫാം ഈ പറഞ്ഞ ബ്രാഹ്മണ വൃത്തിയാണോ? അതാരുടേതാ? ശൂദ്രൻ്റെയാണത്, അല്ലെങ്കിൽ വൈശ്യൻ്റെയാണ്. അപ്പം ജന്മം കൊണ്ട് ബ്രാഹ്മണനാണ്. കർമ്മം ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ്. വേറൊരു ജോലി കിട്ടണ്ടേ സ്വാമി? വേറെ എന്തെങ്കിലും ജോലി കിട്ടിയാൽ ഞാൻ അതിന് പോവില്ലേ, ഇതിന് വരുമോ എന്ന്. അപ്പോൾ ശാന്തിക്കാരനായി ഒരമ്പലത്തിൽ ശാന്തിക്ക് പോണത് വലിയ വരുമാനമൊന്നുമില്ലാത്ത അമ്പലത്തിലെ കാര്യമാണ്. ശാന്തിക്ക് പോണത് മറ്റു ഓപ്ഷനൊന്നും ഇല്ലാത്തതുകൊണ്ടാണ്. പിന്നെ വേറൊരു ഈ നമ്പൂതിരി സമ്പ്രദായത്തിലുള്ള ഇതൊക്കെ നിങ്ങൾ അന്വേഷിച്ചോളണേ, നമുക്ക് കിട്ടുന്ന അറിവുകളാണ്. അപ്പം അമ്പലത്തിൽ ഒരു ശാന്തിക്കാരനാണെന്നൊന്നും പറഞ്ഞാൽ പെണ്ണ് കിട്ടില്ല എന്നാണ് പറയുക, വേളി തരാവില്ല.
അതുകൊണ്ട് എവിടെയെങ്കിലും നല്ല സർക്കാർ ജോലി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇത് കിട്ടും. ശാന്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിലയും വിലയില്ല. ആകെ ശാന്തിക്ക് നിലയും വിലയുള്ളത് ശബരിമല, ഈ പറഞ്ഞ ഗുരുവായൂർ, അങ്ങനെ വിരലിലെണ്ണാവുന്ന ചില ക്ഷേത്രങ്ങളിലൊക്കെ. അതും ഇവർക്കറിയാം കാലാകാലം അവിടെ ശാന്തി ആവില്ല എന്ന്. അതുകൊണ്ട് ശാന്തിക്കാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാലൊന്നും പെൺകുട്ടികൾക്ക്, പുതിയ പെൺകുട്ടികൾക്കൊന്നും ഒന്നും ഇഷ്ടാവില്ല എന്നാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഇതിലേക്ക് വരാൻ ഒക്കെ മടിയാണ്. അപ്പോൾ വാസ്തവത്തിൽ അതിനെയൊക്കെ തൃണവത്കരിച്ചുകൊണ്ട് അതിൻ്റെ ശരിയായ താല്പര്യങ്ങൾ ഉൾക്കൊണ്ട് അത് ചെയ്യുന്നവരുണ്ട്. അവരെ സംബന്ധിച്ച് അത് വേറെയാണ്. അത് അപ്പോൾ പറഞ്ഞു വന്നത്, ഇതിനങ്ങനെ അനുകൂല സാഹചര്യങ്ങളിൽ ജനിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രാഹ്മണൻ്റെ വീട്ടിൽ, ജാതി ബ്രാഹ്മണൻ്റെ വീട്ടിൽ, അല്ലെങ്കിൽ ജാത്യാൽ വൈശ്യൻ ശൂദ്രൻ എന്ന് പറയുന്നവരുടെ വീട്ടിൽ ജനിക്കുക എന്നുള്ളതല്ല. അങ്ങനെ മനസ്സിലാക്കരുത്. അവരേത് വൃത്തിയാണോ ചെയ്യുന്നത് അതിന് എന്താണോ ഇയാൾക്ക് തുടർന്ന് ചെയ്യാനുള്ളത്, ഈ ജീവൻ എന്ത് സങ്കല്പങ്ങളെയാണ് ആവാഹിച്ച് സഞ്ചയിച്ച് വെച്ചിരിക്കുന്നത്, അതിൻ്റെ പൂർത്തീകരണത്തിനായി അതൊരു സന്ദർഭ സാഹചര്യത്തിലേക്ക് വരുന്നു. അത്രേ അതിൽ മനസ്സിലാക്കേണ്ടതും. ഏതായാലും ഭഗവാൻ ഇങ്ങനെ ഈ ഗുണങ്ങളെയൊക്കെ ത്രീൻ ഗുണാൻ അതീത്യ, 3 ഗുണങ്ങളെയും അതിവർത്തിച്ച് ജന്മമൃത്യു ജരാ ദുഃഖൈഹി വിമുക്ത അമൃതം അശ്നുതേ. ഇങ്ങനെ ജന്മം മൃത്യു ജര ഇത്യാദി ദുഃഖങ്ങളെയൊക്കെ അതിവർത്തിക്കുന്നതിന് ഈ 3 ഗുണങ്ങളെയും നീ തരണം ചെയ്യണം. അങ്ങനെ തരണം ചെയ്യുന്നവർ ആ സദ്ഭാവത്തെ പ്രാപിക്കുന്നു എന്നവർ. അപ്പോഴാണ് അർജുനൻ ഒരു ചോദ്യം ചോദിച്ചത്. കൈർ ലിംഗൈർ സ്ത്രീൻ ഗുണാൻ അതീതഃ ഭവതി പ്രഭോ കിം ആചാര കഥം ച ഏതത് സ്ത്രീൻ ഗുണാൻ അതിവർത്തതേ. ഏതാൻ സ്ത്രീ ഗുണാൻ അതിവർത്തതേ. ഈ 3 ഗുണങ്ങളെ അതിവർത്തിക്കുന്നത് എങ്ങനെയാണ്? ഇനി അതിവർത്തിച്ചവൻ്റെ ലക്ഷണം എന്താണ്? ഇത്രയും കാര്യങ്ങളാണ് അർജുനൻ ചോദ്യമായി ഭഗവാന്റെ മുന്നിലേക്ക് വെച്ചത്. അതിൻ്റെ ലക്ഷണം എങ്ങനെയിരിക്കും? ഞാനിതിനെ അതിവർത്തിച്ചവനാണോ എന്നെങ്ങനെ അറിയാം? ഭഗവാൻ മറുപടി പറയും. 14-ാം അധ്യായം 22-ാമത്തെ ശ്ലോകം. ശ്രീ ഭഗവാനുവാച പ്രകാശം ച പ്രവൃത്തിം ച മോഹമേവ ച പാണ്ഡവ ന ദ്വേഷ്ടിം സംപ്രവൃത്താനി ന നിവൃത്താനി കാംക്ഷതി. വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് അർജുനൻ്റെ ചോദ്യവും ഭഗവാന്റെ ഉത്തരവും. എന്താ ഭഗവാൻ പറയുന്നത്? പ്രകാശം ച പ്രവൃത്തിം ച മോഹം ഏവ ച ഹേ പാണ്ഡവ. ഹേ പാണ്ഡവ, അല്ലയോ അർജുന, ന ദ്വേഷ്ടി സംപ്രവൃത്താനി ന നിവൃത്താനി കാംക്ഷതി. സംപ്രവൃത്താനി, ഹേ പാണ്ഡവ, യാതൊരുവനാണോ സംപ്രവൃത്താനി. സംപ്രവൃത്താനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്യക്കാകും വണ്ണമുള്ള, നല്ലവണ്ണമുള്ള ഒരു അതിൻ്റെ സ്വാഭാവികമായ ഒരു പ്രകടമാകലുണ്ട്. എന്തിൻ്റെ? പ്രകാശം ച, ആ സത്വഗുണത്തിൻ്റെ, പ്രവൃത്തിം ച, രജോഗുണത്തിൽ നിന്നുണ്ടാകുന്ന പ്രവൃത്തിയെ, മോഹമേവ ച, തമോ ഗുണത്തിൽ നിന്നുണ്ടാകുന്ന മോഹം, വിപരീതങ്ങളായിട്ടുള്ളത്. ഇത് വളരെ നന്നായി തന്നെ മനസ്സിലാക്കണേ.
ശ്ലോകം സിമ്പിളാണ്, വേറെ കൺഫ്യൂഷനൊന്നുമില്ല. അങ്ങനെ ബുദ്ധിമുട്ടി വ്യാഖ്യാനം ചെയ്ത് അന്വയിപ്പിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. അർജുന, യാതൊരുവനാണോ സ്വാഭാവികമായി വന്നു ചേരുന്ന, കാരണം ഈ 3 ഗുണങ്ങളെ കൊണ്ടാണ് നമ്മളെ സൃഷ്ടിച്ചത്, വിട്ടുപോകരുത്. ഈ 3 ഗുണങ്ങൾ ഈ ജന്മത്തിൻ്റെ കൂടെ ഉള്ളതാണ്, ഈ പാക്കേജിലുള്ളതാണ്. നമ്മൾ ഫോണൊക്കെ മേടിച്ചു കഴിഞ്ഞാൽ ചില ആപ്പുണ്ട്, അത് നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല, അത് അതിലുള്ളതാണ്, അത് വേണം. മറ്റതൊക്കെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ സത്വം, രജസ്, തമസ് എന്ന് പറയുന്ന ഈ 3 ആപ്പ് ഉണ്ടല്ലോ, ഇത് ഇൻബിൽട്ടാണ്, ഇതിലുണ്ട്. നിങ്ങൾക്ക് ഈ 3 ആപ്പ് ഉപയോഗിക്കാം, ഉപയോഗിക്കാതിരിക്കാം. ഇനിയിപ്പോൾ പറയാൻ പോണത് അതാണ്. നിങ്ങൾ ഈ കണ്ട സകല അലവലാതി ആപ്പുകളും ഡൗൺലോഡ് ചെയ്ത് ഫോണിൻ്റെ മെമ്മറിയൊക്കെ ഇങ്ങനെ എല്ലാ എന്താ പറയുക, വാട്സാപ്പ് കേശവമാമൻ അഡ്മിനായിട്ടുള്ള ഗ്രൂപ്പിൽ ചേർന്ന് അവിടുന്ന് വരുന്ന ഈ എന്താ പറയുക എല്ലാ വാർത്തകളും വീഡിയോകളും ഫേക്ക് ന്യൂസുകളും ഇതൊക്കെ നിങ്ങളുടെ ഫോണിൽ ഇങ്ങനെ സ്റ്റോറേജിൽ പോയി കിടക്കുന്നുണ്ടാവും. ഇതേപോലെയാണ് നമ്മുടെ ഈ മനോബുദ്ധികൾക്കകത്ത് എത്ര അനാവശ്യമായ ഫയലുകൾ കിടക്കുന്നുണ്ട് എന്നറിയാം. ഇതൊന്നും നിങ്ങൾ മര്യാദയ്ക്ക് ഡിലീറ്റ് ചെയ്യുന്നില്ല. ഇതൊക്കെ ഡിലീറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഭയങ്കര ഒരു സ്പേസ് ഉണ്ടാവും, അവിടെ ആശ്വാസം ഉണ്ടാവും. ഒരു റൂമൊക്കെ വൃത്തിയായിട്ടിരിക്കുമ്പോൾ ഒരു ഭയങ്കര സുഖം ഉണ്ടാവുമല്ലോ നമുക്ക് കാണാൻ, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഒരുപാട് സ്പേസ് കാണാം, എല്ലാം അടുക്കി ഒതുക്കി വൃത്തിയായിട്ട് വയ്ക്കുമ്പോൾ. അപ്പോൾ ഇവിടെ ഭഗവാൻ പറയുന്നത് സ്വാഭാവികമായി നൈസർഗികമായി ഓരോരോ ഗുണം നമ്മളിൽ പ്രഭാവിതമാകുന്നു. സത്വഗുണം, അതുപോലെ പ്രവൃത്തി രജോ ഗുണം, അതുപോലെ തമോ ഗുണം. അപ്പോൾ പ്രകാശം ച പ്രവൃത്തിം ച മോഹമേവച. അപ്പം സത്വഗുണവൃത്തിയാകുന്ന പ്രകാശമാകട്ടെ, പ്രകാശപൂർണമായിട്ടുള്ളതാകട്ടെ, രജോ ഗുണപ്രധാനമായിട്ടുള്ള പ്രവൃത്തിയാകട്ടെ, മോഹം തമോ ഗുണത്തിൻ്റേതായിട്ടുള്ള മോഹമാകട്ടെ, ഇതിനോട് നീ ചോദിച്ചല്ലോ ഇതിനെങ്ങനെ ജയിക്കണം, അല്ലെങ്കിൽ ജയിച്ചവൻ്റെ ലക്ഷണം എന്താണ് എന്ന്. അതിനോട് ന ദ്വേഷ്ടി, എന്തുണ്ടാകുന്നില്ല? ദ്വേഷം ഉണ്ടാകുന്നില്ല. ന ദ്വേഷ്ടി. നിവൃത്താനി ന കാക്ഷതി, അതിനെ ബലമായി അതിൽ നിന്ന് നിവർത്തിക്കാൻ വേണ്ടുന്ന ഏർപ്പാടുകൾ ചെയ്യുന്നില്ല. ഇത് ശ്ലോകം വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഇവിടെ എന്താണ് ഭഗവാൻ പറയുന്ന ഒരു ഓപ്ഷൻ? എന്താണ്? അടുത്ത ശ്ലോകം കൊണ്ട് പറയുകയാണ് എങ്ങനെയാണ് ഈ ഗുണങ്ങളോട് നമ്മൾ പ്രവർത്തിക്കേണ്ടത്. ആദ്യം പറഞ്ഞു വെച്ചത് ഇതെല്ലാം വരുന്നു, സത്വവും രജസ്സും തമസ്സും, അത് അതിൻ്റേതായിട്ടുള്ള ചേഷ്ടകൾ കാണിക്കുന്നു. മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഇന്ദ്രിയസ്യ ഇന്ദ്രിയസ്യാർത്ഥേ രാഗദ്വേഷൗ വ്യവസ്ഥിതൗ തയോർന്ന വശമാകച്ചേത് ഇത്യാദികളൊക്കെ 3-ാം അധ്യായത്തിൽ 2-ലും ഉണ്ട്. പോട്ടെ, നമ്മളിപ്പോൾ അങ്ങോട്ടേക്ക് പോയിട്ട് ഒരു റിവിഷനിലേക്ക് വരില്ല, കാരണം അതിൻ്റെ ആവശ്യമില്ല. ഇവിടെ ക്ലിയർ ആണ്, ഇവിടെ ക്ലിയർ ആയിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഭഗവാൻ ആദ്യം പറഞ്ഞത് നമ്മൾക്കെതിരാവരുത്. നമ്മളെ എതിർക്കുന്നവരാകുമ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടും നമുക്ക് മറ്റുള്ളതിനോട് എല്ലാം പോരടിക്കേണ്ടി വരും. ഇവിടെ ഗീത നമ്മുടെ മുന്നിലേക്ക് വെക്കുന്ന ആദ്യത്തേതാണ്. സുഹൃത്ത് എന്ന് പറയുന്നത് നമ്മളാണ്, നമ്മുടെ ഏറ്റവും ബെസ്റ്റ് സുഹൃത്ത്. 6-ാം അധ്യായത്തിൽ ഭഗവാൻ വളരെ നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഉദ്ധരേത് ആത്മന ആത്മാനം ന ആത്മാനം അവസാദയേ ആത്മൈവ ഹ്യാത്മനോ ബന്ധു ആത്മൈവ രിപുരാത്മന. എപ്പോഴാണ് നമ്മൾ നമ്മുടെ ബന്ധു ആവുന്നത്? എപ്പോഴാണ് നമ്മുടെ ശത്രു ആവുന്നത്?
ഇവിടെ ഒരു പ്രസക്തിയുണ്ട് ഭഗവാൻ ഈ പറയുന്നതും അതുമായിട്ട് ചേർക്കാൻ. നമ്മൾ നമ്മുടെ ബന്ധു ആവുന്നത് ഈ വികാര വിചാരങ്ങൾക്കൊപ്പം നമ്മൾ പോകുമ്പോഴാണ്. നമ്മുടെ ശത്രു ആവുന്നതോ അപ്പോഴും അതെ. ന ആത്മാനം അവസാദേ, നീ നിന്നെ താഴ്ത്തരുത്. അല്ലെങ്കിലും ഞാൻ ഒന്നിനും കൊള്ളാത്തവനാണ്, ഞാനൊരു ഇസ്പയുടെ ഏഴാങ്കൂലി, ഇവിടെ എന്നെ ആർക്കും ഒരു വിലയില്ല, അല്ലെങ്കിൽ ഞാൻ എന്താണ്, എനിക്കൊരു പണിയും തൊരവൊന്നും ഇല്ലാത്തതുകൊണ്ടാണല്ലോ നിങ്ങൾക്കൊന്നും വിലയില്ലാത്തത്. മൂത്തവനൊക്കെയാണെന്നാണ് വെപ്പ്, പക്ഷെ എന്നോടൊന്നും ചോദിക്കാറില്ല ആരും, കാരണം എൻ്റെ കയ്യിൽ കാശില്ല. ഇങ്ങനെ സ്വയം അപകർഷതാബോധത്തിൽ ഓരോ പിച്ചുമ്പയും വിളിച്ചു പറയലും, ഇത് ഒരിക്കലൊന്നുമല്ല, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കലും, സ്വയം തന്നെ താഴ്ത്തുക. ഇവിടെയും അതുപോലെയാണ്. അപ്പം ഇവിടെ എന്തില്ല, നദ്വേഷ്ടി നിവൃത്താനി ന കാംക്ഷതി. ആരാണ്, എന്താ ഇവിടെ പരിപാടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു നല്ലൊരു ഒബ്സർവറാണ്, നിരീക്ഷകനാണ്, സാക്ഷിയാണ്. സാക്ഷിയാവുക, നമ്മളെ നമ്മൾ തന്നെ വേറിട്ട് നോക്കുക. ശരിക്കും ദിവസവും രാത്രി കിടന്നുറങ്ങുന്നതിന് മുമ്പായിട്ട് നമ്മളെ വേറിട്ട് നോക്കേണ്ടതുണ്ട്. രാവിലെ മുതൽ രാത്രി വരെ എന്താണ് നമ്മൾ ചെയ്തത് എന്നതിന്. അതാണ് ആ മന്ത്രം. ഏത് മന്ത്രം എന്ന് പറഞ്ഞാൽ ഒരു ധ്യാനം. കായേന വാച മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാവാത് പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഇതാണ് കായേന വാച മനസാ ഇന്ദ്രിയൈഹി. നമ്മുടെ കരചരണങ്ങളെ കൊണ്ട്, വാക്കുകൊണ്ട്, മനസ്സുകൊണ്ട്, ഇന്ദ്രിയങ്ങളെ കൊണ്ടൊക്കെ എന്തൊക്കെയാണോ, ബുദ്ധ്യാത്മനാവ, നമ്മുടെ ബുദ്ധിയിൽ എന്തൊക്കെയാണ് ഉണ്ടായിട്ടുള്ളത്, പ്രകൃതേഹേ സ്വഭാവാത്, വളരെ പ്രധാനമാണ്. ഇനി എൻ്റെ ആഗ്രഹം കൊണ്ടും അതും ഇതൊന്നുമല്ല. പ്രകൃതി എന്താ? പ്രകൃതി സത്വരജ തമോ ഗുണങ്ങളുടെ അതിൻ്റെ ഈ പറഞ്ഞ അവൻ മുന്നിട്ട് നിന്ന് ചെയ്തത്. കരോമി യദ്യത് കരോമി അഹം സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. നാരായണനായിക്കൊണ്ട് ഞാൻ, ഭഗവാനായിക്കൊണ്ട് ഞാൻ സമർപ്പിക്കുന്നു. ശിവനായിക്കൊണ്ട് സമർപ്പിക്കുന്നതിനുള്ളതിന് അത് തന്നെ അതിൻ്റെ ശ്ലോകം ചെറിയൊരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉള്ള ഒരു മാറ്റമേ ഉള്ളൂ. കരചരണകൃതം വാ കായജം കർമ്മജം വാ ശ്രവണനയനജം വാ മാനസം വാ പരാധം വിഹിതം അവിഹിതം വാ സർവമേതക്ഷമസ്വ ജയ ജയ കരുണാബ്ധേ ശ്രീ മഹാദേവ ശംഭോ. ശിവഭക്തന്മാർ അങ്ങനെ, വിഷ്ണു ഭക്തന്മാർ ഇങ്ങനെ, അല്ലാത്തവരോ രണ്ടും. ശിവനും ഒരു ക്ഷമാപണം, നാരായണനും ഒരു ക്ഷമാപണം. അപ്പം അവിടെ എന്താണ്? കരചരണകൃതം വാക് കായജം കർമ്മജം വാ ശ്രവണനയനജം വാ മാനസം വാ പരാതം. എല്ലാ ഇന്ദ്രിയങ്ങളും, ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും ഒക്കെ പെട്ടു. വിഹിതം അവിഹിതം വാ, വിഹിതമായ കർമ്മങ്ങൾ, അവിഹിതങ്ങളായിട്ടുള്ളത്. ഈ പറഞ്ഞ പോലെ പ്രകൃതി സ്വഭാവാത് സർവമേതത് ക്ഷമസ്വ, എല്ലാം ക്ഷമിക്കണം. അപ്പം ഇതൊരു, ഈ മന്ത്രം വെറുതെ അങ്ങോട്ട് ചൊല്ലുക എന്നുള്ളതാണോ? അല്ല. എന്നെ ഞാൻ രാവിലെ എണീറ്റ് പല്ല് തേക്കുന്നത് മുതൽ ആരോടൊക്കെ സംസാരിച്ചു, എന്തൊക്കെയായിരുന്നു, ഇങ്ങനെ ഒന്നൊരു റിവിഷൻ. കിടന്നുറങ്ങുന്നതിന് മുമ്പ് എന്നെ ഒന്ന് റിവൈൻഡ് ചെയ്ത് പ്ലേ ചെയ്താൽ മനസ്സിലാവും ഞാൻ എന്തൊക്കെയായിരുന്നു ഇന്ന്, ആരോടൊക്കെയായിരുന്നു അടി കൂടിയത്, എന്തിനായിരുന്നു തർക്കങ്ങളുണ്ടായത്.
സ്നേഹ സംഭാഷണങ്ങൾ എന്തൊക്കെയായിരുന്നു, പ്രശ്നം സോൾവ് ചെയ്തത്, പ്രശ്നം ഉണ്ടായത്. ഈ പാസ്റ്റ് ഈസ് പാസ്റ്റ് എന്നാണല്ലോ, ഓക്കെ. പക്ഷെ ആ പാസ്റ്റിനെ ഒന്ന് കാണാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ ആരാ? സാക്ഷിയാണ്. നമ്മൾ വേറൊരു അന്യനായിട്ടുള്ള ഒരാളുടെ ചെയ്തിയായിട്ടാണ് നമ്മൾ കാണുന്നത് നമ്മളെ, രാവിലെ മുതലുള്ളത്. ഇതാ ഇപ്പം ഇങ്ങനെ കിടക്കയിൽ ഇരിക്കുന്നത് വരെ. അവനിപ്പോൾ പ്രത്യേകിച്ച് രാഗദ്വേഷങ്ങൾ ഉണ്ടായതുകൊണ്ട് കാര്യമുണ്ടോ? ചിലപ്പോൾ ഒരു ഗിൽട്ടിയൊക്കെ തോന്നും, ഛേ വേണ്ടായിരുന്നു, അങ്ങനെ പറയണ്ടായിരുന്നു. അതപ്പം പറഞ്ഞത് നന്നായി. പലരും അതിനെ അപ്രിഷ്യേറ്റ് ചെയ്തു. വീണ്ടും എടുത്ത് നോക്കുക ആരൊക്കെ വീണ്ടും പറഞ്ഞു എന്ന്. അതിൻ്റെ മുകളിൽ അപ്പം മാറി നിന്ന് കാണുക. ഇവിടെ ഭഗവാൻ പറയും. അപ്പം അതിനോട് എന്ത് സമീപനമാണ്, എങ്ങനെയാണ് ഇതിനെ ജയിക്കുന്നത്, ആ ജയിക്കുന്നതിൻ്റെ ലക്ഷണം എന്താണ്, ഇതാണ് ഇവിടെ പറയുന്നത്. ഭഗവാൻ പറയുന്നു 23 ഉദാസീനവദാസീനോ ഗുണൈർയോ ന വിചാല്യതേ ഗുണ വർത്തന്ത ഇത്യേവ യോവതിഷ്ഠതി നെങ്കതേ. ഉദാസീനവദാസീനഃ ഗുണൈഃ യഃ ന വിചാല്യതേ. യഃ യാതൊരുവൻ. ഉദാസീനവത് ഈ പറഞ്ഞ ആരോടും പക്ഷപാതമില്ലാതെ. റഫറിയാണ് മൂപ്പർ. ഉദാസീനവത് ആസീന. അങ്ങനെ ഉദാസീനനായി ഇരിക്കുക എന്നൊക്കെ ഉള്ളത് നമുക്ക് നമ്മുടെ വ്യാവഹാരിക ഭാഷയിൽ ഒരു നെഗറ്റീവായിട്ടുള്ള ഒന്നാണ്. ഒരു വകയ്ക്ക് കൊള്ളാത്ത ഒരുത്തൻ എന്നുള്ളതാണ് ഉദാസീനൻ എന്നുള്ളത്. നമ്മൾ സ്വാഭാവികമായിട്ട് പറഞ്ഞു പോരാറ് നമ്മുടെ വ്യവഹാരത്തിൽ. അയാൾ ഒന്നിനും കൊള്ളില്ല എന്ന് മിണ്ടാതെ ഇങ്ങനെ ഇരിക്കും. അയാൾ തന്നെങ്കിൽ ഈ പെണ്ണുമ്പിള്ള എങ്ങനെയാവില്ല, ഒറ്റയൊന്ന് കരണത്ത് കൊടുത്താൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. പുറത്തുനിന്നുള്ളവർക്ക് അത് പറയാം. നേരെ തിരിച്ചുമുണ്ട്. ആ സ്ത്രീ ഇങ്ങനെയായത് എന്താണെന്ന് പറയുമോ, ആ സ്ത്രീ കാരനാണ് ഇയാൾ ഇങ്ങനെയായത്. നേരെ മറിച്ച് ഒന്നും അങ്ങോട്ട് കൊടുത്താലുണ്ടല്ലോ, ചൂടറിഞ്ഞാൽ പിന്നെ ആൾ ഡീസൻ്റ് ആവും. ഇത് തിരിച്ചും മറിച്ചും പറയാറുണ്ട്. കുട്ടികളുടെ കാര്യത്തിലും എല്ലാവരുടെ കാര്യത്തിലും ഇയാളിങ്ങനെ ഈ ഉദാസീനായി ഇരിക്കുന്നതാണ് ഈ മുഴുവൻ ഏളത്തത്തിന് കാരണം. അങ്ങനെ ആ ഉദാസീനൻ എന്ന ശബ്ദം ഒരു കഴിവുകെട്ടവനെ സൂചിപ്പിക്കുന്ന ഒന്നായി തീർന്നിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഉദാസീനൻ എന്ന് പറയുന്നത് ഉണ്ടല്ലോ, അതൊരു ചില്ലറ ഏർപ്പാടല്ല. അതാണ് സാക്ഷി. ഒരു തരത്തിലും ഒന്നിനോടും ഇൻവോൾവ് ചെയ്യാതെ ന്യൂട്രലായിട്ട് നിൽക്കുക. ആ കൃഷ്ണൻ്റെ ഇടപാട് അതാണ്. ശരിക്കും പറഞ്ഞാൽ നമുക്കത് മനസ്സിലായിട്ടില്ല. പാണ്ഡവന്മാരോട് എന്തോ താല്പര്യമുണ്ട്, കൗരവന്മാരോട് താല്പര്യമില്ല. കൃഷ്ണൻ അങ്ങനെ ഒരു താല്പര്യം രണ്ടുപേരോടും ഇല്ല. കൃഷ്ണൻ പറയുന്നുണ്ട്, ഇതിലും പറയും, എനിക്ക് ശത്രുവില്ല മിത്രമില്ല മോനെ എന്ന് പറഞ്ഞിട്ടുണ്ട്. നാ ദ്വേഷ്ടി, എനിക്ക് ആരോടും ദ്വേഷവുമില്ല, എനിക്ക് ആരോടും പ്രത്യേകിച്ച് സ്നേഹവും ഇല്ല. എന്തായാലും ഉദാസീനവത് ആസീനഃ, ഒന്നിനോടും ഒരു പക്ഷപാതമില്ലാതെ സാക്ഷിഭാവത്തിൽ ആരാണോ ഇരിക്കുന്നത്, ഗുണൈഹി, ഈ 3 ഗുണങ്ങളാൽ, സത്വഗുണത്തോടും രജോ ഗുണത്തോടും തമോ ഗുണത്തോടും യാതൊരു തരത്തിലും ന വിചാല്യതേ, ഇളകുന്നില്ലയോ. അപ്പം ഞാൻ വേറെ, ഗുണങ്ങൾ വേറെ. ഇതൊക്കെ എന്നിലുണ്ടായി നിലനിന്ന് ഇല്ലാതെയാകുന്നതാണ്. ആഗമ പായിന അനിത്യാഹ താൻ തിതിക്ഷസ്വ ഭാരത, മുമ്പ് ഭഗവാൻ പറഞ്ഞതാണ്. ഇതൊക്കെ അർജുന വരുന്നതും പോകുന്നതുമാണ്. നീ എന്തായിരിക്കണം? തിതിക്ഷയുള്ളവനായിരിക്കണം. തിതിക്ഷ എന്ന് പറഞ്ഞാൽ എന്താ? സഹനം സർവദുഃഖാനാം അപ്രതീകാരപൂർവകം ചിന്താവിലാപരഹിതം സാ തിതിക്ഷ നിഗദ്യതേ. ഭഗവത്പാദർ പറയും. എല്ലാ വിപരീതങ്ങളെ
സഹിക്കുക. എങ്ങനെ? അപ്രതീകാരപൂർവകം. ഇവിടെ പറയുന്ന ഉദാസീനവത്, ചിന്താവിലാപരഹിതം, അതിൻ്റെ പേരാണ് തിദിക്ഷ എന്നുള്ളത്. അത് ഭഗവാൻ മുമ്പ് പറഞ്ഞു. ഇതൊക്കെ എന്താണ്? ആഗമാപായിന അനിത്യ. ഇത് നിത്യമല്ല, വരും പോവും. അതുകൊണ്ട് നീ എന്തു വേണം? ഇതിനെ നോക്കിക്കാണുന്നവനാവുക, നീ ഒരു സാക്ഷിയാവുക. അപ്പം ഇവിടെ പറയുന്നു, അങ്ങനെ ആരാണ് ഗുണൈഹി ന വിചാല്യത, ഒരു തരത്തിലും ഇളകാത്തത്, ഗുണാഹ ഏവ, ഗുണങ്ങൾ തന്നെ, വർത്തന്തേ, അത് അതാത് വിഷയങ്ങളിൽ പ്രവർത്തിക്കുന്നു. ഉദാഹരണം പറയാം. വിവേകാനന്ദ സ്വാമികൾ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, തൻ്റെ സുഹൃത്ത് എന്ന് പറഞ്ഞാൽ സന്തത സഹചാരിയായിരുന്ന സ്വാമിജിക്ക് പ്രിയപ്പെട്ട ആളാണ്, എല്ലാവരും പ്രിയപ്പെട്ടവർ തന്നെ, എന്നാലും അവൻ്റെ വേർപാട് സ്വാമിജിയെ വല്ലാതെ എന്താ പറയുക, പൊട്ടിക്കരയായിരുന്നു സ്വാമിജി. അങ്ങനെ പലപ്പോഴും സ്വാമിജി രാമകൃഷ്ണദേവനെയൊക്കെ പോലെ കരയാറുണ്ട്. അപ്പോൾ ഈ ഒരാൾ കാണാൻ മറ്റൊരു ശിഷ്യനുണ്ട്, ഒരു മരം ചാരി നിന്ന് സ്വാമിജി പൊട്ടിക്കരയുക. അപ്പോൾ അവൻ കുറച്ച് ഈ മുറിവേദാന്തൊക്കെ മനസ്സിലാക്കിയിട്ട് സ്വാമിജിയോട് ചോദിക്കുക, എന്താ സ്വാമിജി അങ്ങി ഇങ്ങനെ ഒരു വികാരത്തിന് അടിമയായത്? സുഖം, സന്തോഷം, മാനം, അവമാനം, ഇതിനെയൊക്കെ ജയിച്ചവനല്ലേ സന്യാസി? എന്തുകൊണ്ടാണ് ആ വികാരത്തെ ജയിക്കാൻ പറ്റാത്തത്? അതിപ്പോൾ അങ്ങനെ ജയിക്കാൻ പറ്റില്ലേ എന്ന്. അപ്പോൾ സ്വാമിജി കൊടുക്കുന്ന ഉത്തരം എന്താണ്? ഗുണ ഏവ വർത്തന്തേ, എൻ്റെ ഇന്ദ്രിയങ്ങൾ, എൻ്റെ മനസ്സ്, എൻ്റെ ബുദ്ധി, എൻ്റെ മനസ്സ് അവനോടൊപ്പം ചെലവഴിച്ച, അവനോടൊപ്പം അവനെക്കുറിച്ച് ഓർക്കുന്ന സമയത്ത് അവൻ്റെ ഈ അസാന്നിധ്യം, ഇനിമേലുള്ള അസാന്നിധ്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എൻ്റെ ഇന്ദ്രിയങ്ങൾ പ്രതികരിക്കുന്നതാണ്, ഞാനല്ല. അതതിൻ്റെ ജോലി ചെയ്യുന്നു. ഇത് പ്രാക്ടീസ് ചെയ്യാം. ഇതൊരു ഉടായ്പ് പറയാൻ വേണ്ടി എടുക്കരുത്, നല്ല ബോധ്യത്തിലായിരിക്കണം. ചിന്മയാൻ സ്വാമികൾ പറയാറുണ്ട്, ദേഷ്യം, സ്വാമിജി ഏത് വികാരമാണെങ്കിലും ദേഷ്യത്തെ നമ്മൾ പിടിക്കണം, ദേഷ്യം നമ്മളെ പിടിക്കരുത്. ദേഷ്യം നിങ്ങൾക്കൊരു കർച്ചീഫ് പോലെ ഉപയോഗിക്കാമെന്ന്, ഉപയോഗിച്ചിട്ട് പോക്കറ്റിലിട്ടാൽ, അല്ലെങ്കിൽ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ഡസ്റ്റ്ബിന്നിലിടാം. പക്ഷെ നിങ്ങൾ അത് നമ്മളെ ഉപയോഗിക്കാൻ പാടില്ല. ഇവിടെ അതാണ് ഭഗവാൻ പറയുന്നത്. അതത് വിഷയങ്ങളിൽ അത് പ്രവർത്തിക്കുന്നു. സത്വഗുണവും രജോ ഗുണവും തമോ ഗുണവും അതിനനുസൃതമായ ഭാവങ്ങളെ പ്രകടമാക്കുന്നു. യാതൊരുവനാണോ അവതിഷ്ഠതി, അങ്ങനെ വിവേകത്തോടുകൂടി നിലകൊള്ളുന്നത്, അതിൻ്റെ പ്രവൃത്തികളെയൊക്കെ അറിയുന്നു. എന്നിട്ടോ ന ഇംഗതേ, അവനെന്തില്ല? ഇളക്കമില്ല. ഒരു തരത്തിലും അവനെ ഇളക്കാൻ ഇതിനൊന്നും സാധിക്കില്ല. ഇങ്ങനെയൊരു അവസ്ഥയുണ്ട്. ബാഹ്യമായ പ്രലോഭനങ്ങൾ, അല്ലാതെ എന്നോട് അവർ നിർബന്ധിച്ചു അപ്പം ഞാൻ കുറച്ച് കുടിച്ചു, ഇത് നമ്മുടെ വ്യവഹാര ജീവിതത്തിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് എന്താ? ഒന്നുകിൽ നമുക്ക് രണ്ട് എക്സ്ട്രീമാണ്, ഇല്ല തൊടില്ല ഞാൻ, എന്നിട്ടോ പിന്നെ അതങ്ങോട്ട് ആഘോഷിക്കുക. നിങ്ങൾ തൊടാതിരിക്കുക എന്നുള്ളതല്ല. അതാണ് ഈ സുഗ്രീവനും ബാലി.
എതിരിടുന്നവൻ്റെ ശക്തിയും കൂടെ അവൻ എടുക്കും. കാരണം അങ്ങനെയാണ്. നമ്മൾ അതിനോട് പൊരുതാൻ നിന്നാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഇരട്ടി ശക്തിയാവും. അതുകൊണ്ട് നമ്മൾ ബലമായിട്ടുള്ള അത്തരം കാര്യങ്ങളിലേക്കൊക്കെ എന്താ പറയുക, വിവേകാനന്ദ സ്വാമികൾ പറയുന്ന 2 വാക്കുകളുണ്ട്, മനോഹരമായിട്ടുള്ള ഇംഗ്ലീഷിലെ 2 പദങ്ങൾ: സപ്രഷൻ, സബ്ലിമേഷൻ. സപ്രസ് ചെയ്യുക. ഈ സപ്രസ് ചെയ്യുന്നത് നമുക്ക് നമ്മുടെ നാഡീവ്യവസ്ഥയ്ക്ക് തന്നെ തകരാറുണ്ടാക്കും. സബ്ലിമേഷൻ എന്ന് പറയുന്നതാണ് ഉദാത്തീകരണം. അതാണ് പത്മപത്രം ഇവ അംബസ. ജലത്തിലാണ്, പക്ഷെ ജലത്താൽ കുതിർക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു നിൽപ്പുണ്ട്. അതിനെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞത്. ഉദാസീനവദാസീന. അതുകൊണ്ട് ഇതിനോടൊന്നും പൊരുതരുത്. നമ്മൾ ആരംഭത്തിലൊരു കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓർമ്മയില്ലേ? രാജാവിന് തലവേദന വന്നത്, ഗുരു രാജാവ് കാണുന്നതൊക്കെ ശിഷ്യന എന്താ പറയുക, അവസാനം മന്ത്രി വല്ലാത്ത പ്രശ്നമായിട്ട് ഉപദേശം കൊടുത്തു. രാജാവ് കാണുന്നതൊക്കെ പച്ചയായിട്ട് കാണട്ടെ. അവസാനം പച്ച പെയിൻ്റ് അടിക്കാൻ തുടങ്ങി. രാജാവിൻ്റെ തലവേദന മാറി. പക്ഷെ ഖജനാവിൽ കാശ് തീർന്നു. പെയിൻ്റ് അടിച്ച് വീണ്ടും മന്ത്രി ഈ ഗുരുവിൻ്റെ അടുത്തേക്ക് ഓടി. അങ്ങനെ ഗുരു തിരിച്ചു കൊട്ടാരത്തിലേക്ക് വരുന്നത്. അപ്പോൾ ഗുരുവിൻ്റെ വസ്ത്രത്തിൻ്റെ നിറം കണ്ടിട്ട് രാജാവ് തന്നെ പറഞ്ഞു, അദ്ദേഹത്തെ തടയൂ, എൻ്റെ തല വെട്ടിപ്പൊളിക്കണം, ഇതിനൊരു പച്ചക്കുപ്പായം കൊടുക്കാൻ. മൂപ്പരാതൊന്നും ഇടാൻ തയ്യാറാകാതെ രാജാവിൻ്റെ അടുത്തേക്ക് വന്നു. എന്നിട്ടോ ഈ ഉത്സവപ്പറമ്പിൽ കിട്ടുന്ന ഒരു 2 രൂപയുടെ പച്ച കണ്ണാടി എടുത്തു കൊടുത്തു. ഇത് വെച്ചോളാൻ പറഞ്ഞു. അപ്പോൾ ആ കണ്ണാടിയിലൂടെ നോക്കിയപ്പോൾ കാണുന്നതൊക്കെ പച്ചയാണ്. ഈ ബാഹ്യലോകത്തെ അതിനോട് യുദ്ധം ചെയ്യേണ്ടതില്ല, അതിനെ മാറ്റാൻ ശ്രമിക്കേണ്ട. നമ്മുടെ കാഴ്ചപ്പാടിൽ ഒരു മാറ്റം വരേണ്ടത്. ഏതിനോട് യുദ്ധം വേണ്ടെന്നാണ് പറയുന്നത്. ഈ യുദ്ധം, ഇവിടെ പറയുന്ന യുദ്ധം തന്നെ എന്താണ്? അതുകൊണ്ടാണ് വാളിൻ്റെ പേരെന്താ പറഞ്ഞത്? അടുത്ത അധ്യായത്തിൽ ആ വാളിൻ്റെ പേര് പറയാൻ പോവുക. അടുത്ത അധ്യായത്തിൽ പറയുന്നുണ്ട്, 15-ാം അധ്യായത്തിൽ ആ യുദ്ധം ചെയ്യേണ്ടുന്ന ഉപകരണത്തിൻ്റെ പേര് പറയാം. അസംഗശസ്ത്രേണ എന്നാണ്. ഡിറ്റാച്ച്മെൻ്റ് ആകുന്ന വാളുകൊണ്ട്, സംഘമില്ലായ്മയാകുന്ന വാളുകൊണ്ട് നീ അതിനെ എന്തു വേണം? ദൃഢേന ചിത്വ, ഛേദിക്കണം എന്നാണ്. അപ്പോൾ ഉദാസീനവത് ആസീന എന്ന് പറഞ്ഞാൽ അതാണ്. തുടർന്ന് ഭഗവാൻ പറഞ്ഞു, സമദുഃഖ സുഖസ്വസ്ഥ സമലോഷ്ടാശ്മ കാഞ്ചന തുല്യപ്രിയാ പ്രിയോ ധീര തുല്യനിന്ദാത്മസംസ്തുതി. സമദുഃഖ സുഖ, വിപരീതങ്ങളൊക്കെ, ദുഃഖമാകട്ടെ, സുഖമാകട്ടെ, സന്തോഷമാകട്ടെ, എല്ലാം തന്നെ ദ്വന്ദ്വങ്ങളെ മുഴുവൻ അതിനെയൊക്കെ സാക്ഷിയാവുക. സുഖം വന്നപ്പോൾ ഹാ, ദുഃഖം വന്നപ്പോൾ ഹൂ, അങ്ങനെയല്ല. അതിലൊക്കെ എന്താണ്? സ്വസ്ഥ, സ്വമ്മിൽ സ്ഥീയമാവുക. ഞാൻ എന്താണ്? അഹം സച്ചിദാനന്ദ സ്വരൂപ. അതിന് ഇളക്കമില്ല. അതിലങ്ങനെ ഇരുന്ന് സമ ലോഷ്ടാശ്മ കാഞ്ചന, മൺകട്ടയാകട്ടെ സ്വർണമാകട്ടെ, അതെന്താണ്? സമം ഹി ബ്രഹ്മ. ഒക്കെ ബ്രഹ്മാണ്, ബ്രഹ്മത്തിൻ്റെ. അല്ലാതെ ഇയാൾക്ക് ഇതിന് വിലയില്ല എന്നല്ല. നമ്മൾ ഈ ശ്ലോകത്തിനൊക്കെ അങ്ങനെയാണ് കാണുക. ജ്ഞാനിക്ക് സ്വർണത്തിന് മണ്ണാങ്കട്ടയാണ്. നമ്മൾ ഈ മണ്ണാങ്കട്ട എന്ന് പറഞ്ഞ് അതൊരു എന്താ പറയുക, എനിക്ക് മണ്ണാങ്കട്ടയാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിനൊരു വാല്യൂ ഇല്ല. ജ്ഞാനിയെ സംബന്ധിച്ച് മണ്ണാങ്കട്ടയ്ക്കും വാല്യൂ ഉണ്ട്, സ്വർണത്തിനും വാല്യൂ ഉണ്ട്. മാർക്കറ്റ് വാല്യൂ അല്ല മൂപ്പരുടെ മുന്നിൽ വരുന്നത്, അത്രയേ ഉള്ളൂ. അതേതിനും അങ്ങനെയാണല്ലോ. മറ്റതൊക്കെ നമ്മൾ ഈ കൽപ്പിക്കുന്നതാണ്. ആ കൽപ്പനയൊക്കെ എപ്പോൾ വേണമെങ്കിലും മാറാം.
സ്വർണത്തിൻ്റെയൊക്കെ വാല്യൂ മാറിയിട്ട് വേറെ ഒന്നിനായിരിക്കാം ഇനി വാല്യൂ ഉണ്ടാവും. നമുക്കെങ്ങനെ പറയാൻ പറ്റുക? ഒരു ഘട്ടം വന്നു കഴിഞ്ഞാൽ 1 പവൻ മാല വേണോ 1 ഗ്ലാസ് വെള്ളം വേണോ എന്ന് ഇത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ വേണമെങ്കിൽ 1 ഗ്ലാസ് വെള്ളത്തിന് വേണ്ടി നമ്മുടെ 1 പവൻ മാല ഊരിക്കൊടുക്കും. അത് വേറെ. അപ്പോൾ സ്വർണവും മണ്ണും സമം ഹി, അങ്ങനെയുള്ള തുല്യപ്രിയാപ്രിയ, പ്രിയത്തിലും അപ്രിയത്തിലും ധീരനായിട്ട്, ധീരൻ എന്ന് പറഞ്ഞാൽ ആര്? വിഷയേഭ്യ ദിയം രാതി ഇതി ധീരഃ, വിഷയങ്ങളിൽ നിന്ന് ഇന്ദ്രിയങ്ങളെ പിൻവലിച്ചവൻ, അവനാണ് ധീരൻ. അല്ലാതെ മുണ്ടും മാടിക്കുത്തി എന്താ പറയുക, കൊച്ചിനീഫയെ പോലെ കത്തിയെടുത്ത് ആരവിടെ എന്ന് ചോദിച്ച് നടക്കുന്നവനല്ല ധീരൻ. അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ വന്ന് 4 തെറി കമൻ്റ് ഇട്ട്, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഫോൺ ചെയ്ത്, അഡ്രസ്സൊന്നുമില്ലാത്ത ഫോൺ ചെയ്ത് കുറേ തെറി പറയുന്നവനാണോ ധീരൻ? അല്ല. തുല്യ നിന്ദാത്മസംസ്തുതി, അതുപോലെ തന്നെ നിന്ദയിലും സ്തുതിയിലും ഒക്കെ സമത്വത്തെ പാലിക്കുക. തുടർന്ന് ഭഗവാൻ പറയുന്നു, മാനാപമാനയോസ്തുല്യഃ തുല്യോ മിത്രാരിപക്ഷയോഃ സർവാരംഭപരിത്യാഗി ഗുണാതീതഃ സ ഉച്യതേ. മാനാപമാനയോഃ, മാനം, അവമാനം, ലാഭം, നഷ്ടം ഇത്യാദികളിലൊക്കെ തുല്യഃ, മിത്രാരിപക്ഷയോഃ, ബന്ധു, ശത്രു, മിത്രം ഇത്യാദികളിലൊക്കെ, ഇവൻ എൻ്റെ ശത്രു, ഇവൻ എൻ്റെ മിത്രം, ഇങ്ങനെയൊന്നും എണ്ണുന്നില്ല എന്ന് പറയാം. സർവ്വ ആരംഭ പരിത്യാഗി, മുമ്പ് ഇങ്ങനെ ഒരു ആശയം വന്നതാണ്. സർവത്തിൻ്റെയും ആരംഭത്തെ പരിത്യജിച്ചവൻ. എന്താണ് ഈ സർവാരംഭം? ഞാൻ എന്ന ബോധം തന്നെ, അതിനെ ഇവൻ പരിത്യജിച്ചതാണ്. പിന്നെ ഞാനില്ല, അതേ ഉള്ളൂ. ഗുണാതീത, ഇവൻ 3 ഗുണങ്ങൾക്കും അതീതനാണ് എന്ന് ഉച്യതേ, പറയപ്പെടുന്നു. തുടർന്ന് മാം ചയോ അവ്യഭിചാരേണ ഭക്തിയോഗേന സേവതേ സഗുണാൻ സമതീത്യൈതാൻ ബ്രഹ്മഭൂയായ കൽപ്പതേ. ബ്രഹ്മണോ ഹി പ്രതിഷ്ഠാഹം അമൃതസ്യാവ്യയസ്യ ച ശാശ്വതസ്യ ച ധർമ്മസ്യ സുഖസ്യൈകാന്തികസ്യ ച. ഓം തത്സദിതി ശ്രീമദ്ഭഗവദ്ഗീതാസുപനിഷത്സു ബ്രഹ്മവിദ്യായാം യോഗശാസ്ത്രേ ശ്രീകൃഷ്ണാർജുന സംവാദേ ഗുണത്രയ വിഭാഗയോഗോ നാമ 14ാധ്യായഃ. അങ്ങനെ ഭഗവത്ഗീതയാകുന്ന ഉപനിഷത്ത്, ആ ഉപനിഷത്ത് സാരസംഗ്രഹം ബ്രഹ്മവിദ്യയാണ്. കൃഷ്ണനും അർജുനനും തമ്മിലുള്ള സംവാദമാണ്. ഗുണത്രയ വിഭാഗയോഗം എന്ന് പറയുന്ന 14ാം അധ്യായമാണ് ഇവിടെ ഭഗവാൻ ഉപസംഹരിക്കുകയാണ്. എന്താ പറയണത്? യഹ മാംച, യാതൊരുവനാണോ മാംച, പരമാത്മാവായിട്ടുള്ള എന്നെ, അവ്യഭിചാരേണ, ഈ വാക്ക് ഗീതയിൽ ഇതിനു മുമ്പും വന്നിട്ടുള്ളതാണ്, 12ാം അധ്യായത്തിലും 2ലും ഒക്കെ. അവ്യഭിചാരേണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതറാത്ത ഭക്തി കൊണ്ട്, മറ്റ് പലതിലും പോയിട്ട് ഇരിക്കുക. അത് അവിടുന്ന് കുറച്ച് കേട്ടു, ഇവിടുന്ന് കുറച്ച് കേട്ടു, അത് നോക്കി, ഇത് നോക്കി, അങ്ങനെയല്ല. രാമകൃഷ്ണദേവൻ പറയുന്ന, കുഴിക്കുകയാണെങ്കിൽ ഒരിടത്ത് കുഴിക്കുക, ഇത് പലയിടത്തും പോയി കുഴിച്ചാൽ വെള്ളം കിട്ടുമോ? ഇല്ല. അവ്യഭിചാരേണ ഭക്തിയോഗേന, അങ്ങനെയുള്ള ഭക്തിയോഗം കൊണ്ട് സേവതേ, ആരാണ് ഉപാസിക്കുന്നത്? സഹ, അവൻ ഏതാൻ ഗുണാൻ സമതീത്യ, ഈ 3 ഗുണങ്ങളെയും അതിക്രമിച്ച് ബ്രഹ്മഭൂയായ കൽപ്പതേ, ആ സത്യവുമായി തീരാൻ അവൻ അതിന് അർഹനാകുന്നു, അത് സംഭവിക്കുന്നു. തുടർന്ന് ബ്രഹ്മണഃ ഹി പ്രതിഷ്ഠാഹം അമൃതസ്യാവ്യയസ്യ ച ശാശ്വതസ്യ ച ധർമ്മസ്യ സുഖസൈകാന്തികസ്യ ച. ഹി, എന്തുകൊണ്ടെന്നാൽ അഹം ബ്രഹ്മണഃ പ്രതിഷ്ഠ, ഞാൻ ബ്രഹ്മത്തിൻ്റെ ആശ്രയമാണ്, എന്നിലാണ് ബ്രഹ്മം, ഞാനാണ് ബ്രഹ്മം. അവ്യയസ്യ അമൃതസ്യ ശാശ്വതസ്യ ധർമ്മസ്യ ച, അതെന്താണ്? അവ്യയസ്യ, ഒരിക്കലും ക്ഷയമില്ലാത്തതാണ്. അമൃതസ്യ, അത് മൃതമില്ല, മരണമില്ലാത്തതാണ്, അതാണ് മോക്ഷം. അങ്ങനെ ശാശ്വതസ്യ ധർമ്മസ്യ, ശാശ്വതമായ ധർമ്മത്തിനും ഐകാന്തികസ്യ സുഖസ്യ ച,
ഐകാന്തികസ്യ സുഖസ്യ, അതിനെന്തില്ല, അഖണ്ഡമാണത്, മുറിവില്ലാത്തതായിട്ടുള്ള ആ പരമാനന്ദത്തിനും ആശ്രയമാകുന്നു. ഇത്രയും പറഞ്ഞ് ഭഗവാൻ ഈ 14-ാം അധ്യായം ഉപസംഹരിച്ചു. 15-ാം അധ്യായം ഈ ഭഗവത്ഗീതയിൽ ചെറിയ അധ്യായം, 20 ശ്ലോകങ്ങൾ മാത്രമുള്ള അധ്യായം. 20 ശ്ലോകം മാത്രമുള്ള മറ്റൊരു അധ്യായം നമ്മൾ കണ്ടിരുന്നു, അതായിരുന്നു 12-ാം അധ്യായം. പക്ഷെ 12-ാം അധ്യായം ശ്ലോകത്തിൻ്റെ ഘടന വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ചെറുതാണ്. ഇവിടെ എന്താന്ന് പറഞ്ഞാൽ അത് ശ്ലോകത്തിൻ്റെ അക്ഷരങ്ങളെ നോക്കുമ്പോൾ വലുതാണ്. എന്ന് പറഞ്ഞാൽ തൃഷ്ടുപ്പ് വൃത്തത്തിൽ, 2 വൃത്തത്തിലാണ് ഗീത പറഞ്ഞിട്ടുള്ളത്, അനുഷ്ടുപ്പിലും തൃഷ്ടുപ്പിലും. ഇത് തൃഷ്ടുപ്പ് വൃത്തത്തിൽ ധാരാളം ശ്ലോകങ്ങൾ ഇതിലുള്ളത് കൊണ്ട് 12-നേക്കാൾ അങ്ങനെ നോക്കിയാൽ വലുതെന്ന് വേണമെങ്കിൽ പറയാം. എന്നാലും വളരെ വളരെ പ്രധാനപ്പെട്ട അധ്യായമാണ്. അധ്യായത്തിൻ്റെ പേര് പുരുഷോത്തമ യോഗം എന്നാണ്. ചിന്മയാൻ സ്വാമികൾക്ക് വളരെ പ്രിയപ്പെട്ട അധ്യായമാണ് 9-ാം അധ്യായവും അതുപോലെ തന്നെ ഈ 15-ാം അധ്യായവും ഒക്കെ. നമുക്ക് നോക്കാം നാളെ. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.